Dear students, welcome to Learner's World. In this video, I'm going to talk about a story, The Red Room by H.G. Wells. English Language Skills for Sciences, first semester, Calcutta University, BSc AC English. H.G. Wells was an English writer, journalist, sociologist and historian. He has been called the father of science fiction. അപ്പോൾ H.G. വെൽസ് ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്, ജേർണലിസ്റ്റാണ്, സോഷ്യോളജിസ്റ്റാണ്, അതുപോലെ ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിനെ ആളുകൾ വിളിച്ചിരുന്നത് ഫാദർ ഓഫ് സയൻസ് ഫിക്ഷൻ എന്നുള്ളതായിരുന്നു. ദെൻ വാട്ട് ഈസ് സയൻസ് ഫിക്ഷൻ? Shortened as sci-fi, it is a genre of fiction that creatively depicts real or imaginary science and technology as part of its plot, setting, theme. സയൻസ് ഫിക്ഷൻ്റെ ഷോർട്ട് ഫോമാണ് സൈഫി എന്നുള്ളത്. ഇത് കൈൻഡ് ഓഫ് ഫിക്ഷനാണ്, അതായത് ഫിക്ഷനിൽ പോയിട്ടുള്ള ഒരു ഫിക്ഷനാണ് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് മെയിൻ തീമായിട്ട് വരുന്നത്. അതായത് ഇതിൻ്റെ പ്ലോട്ട്, സെറ്റിംഗ്, അതുപോലെ തീം, ഇതൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. മേ ബി റിയൽ ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ആകാം, അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ആകാം എന്നാണ് പറയുന്നത്. Examples are The Time Machine, it published in 1895 by H.G. Wells, and Mary Shelley's Frankenstein, it published in 1818. അപ്പോൾ ഇത് സയൻസ് ഫിക്ഷൻ എക്സാമ്പിൾസ് ആണ്. H.G. വെൽസിൻ്റെ തന്നെ ടൈം മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ, ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1895 അതുപോലെ മേരി ഷെല്ലിയുടെ ഒരു നോവലുണ്ട് 1818 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫ്രാങ്കൻസ്റ്റൈൻ. ദ റെഡ് റൂം ഇറ്റ്സ് എ ഷോർട്ട് ഗോത്തിക് സ്റ്റോറി. റെഡ് റൂം എന്ന് പറയുന്നത് ഒരു ഗോത്തിക് ഫിക്ഷനാണ്. ദെൻ വാട്ട് ഈസ് ഗോത്തിക് ഫിക്ഷൻ? It is a style of writing that is characterized by elements of fear, horror, death and gloom, as well as romantic elements such as nature, individuality and very high emotion. These emotions can include fear and suspense. Gothic fiction എന്ന് പറയുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് ഫിക്ഷനിൽ നമുക്ക് ഫിയർ, ഹൊറർ, ഡെത്ത്, ഗ്ലൂം, അതുപോലെ ഈ ഗോസ്റ്റ് സ്റ്റോറീസ്, പ്രേതത്തിൻ്റെ കഥകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ഹൊറർ ടൈപ്പ് ഓഫ് ഫിക്ഷനാണ് ഗോത്തിക് ഫിക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൊമാൻറ്റിക് എലമെൻസും ഇതിലുണ്ടാകും, സച്ചസ് നേച്ചർ, ഇൻഡിവിജ്വാലിറ്റി, വെരി ഹൈ ഇമോഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. The Castle of Otranto by Horace Walpole is considered the first Gothic novel in English. ഇംഗ്ലീഷിലെ ഫസ്റ്റ് ഗോത്തിക് നോവൽ എന്നറിയപ്പെടുന്നത് ഹൊറേസ് വാൾപോളിൻ്റെ ദ കാസിൽ ഓഫ് ഒട്രാൻഡോ ആണ്. ഓക്കെ, റിട്ടേൺ ഇൻ 1894. ദ റെഡ് റൂം റിട്ടേൺ ചെയ്തിരിക്കുന്നത് 1894 ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദ മാർച്ച് 1896 എഡിഷൻ ഓഫ് ദ ഐഡ്ലർ മാഗസിൻ. ആദ്യമായിട്ട് ഇത് പബ്ലിഷ് ചെയ്യുന്നത് 1896 6 എഡിഷനായിട്ടുള്ള ദ ഐഡ്ലർ മാഗസിനിലാണ്. ഇറ്റ് ഈസ് ടോൾഡ് ത്രൂ ദ ഐസ് ഓഫ് ആൻ അൺനെയിംഡ് നരേറ്റർ. അപ്പോൾ ദ റെഡ് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗോത്തിക് സ്റ്റോറി പറയുന്നത് ഒരു അൺനെയിംഡ് നരേറ്ററുടെ കണ്ണിലൂടെയാണ്. ഇറ്റ് ഡിസ്ക്രൈബ് ദ എക്സ്പീരിയൻസ് ഓഫ് ആൻ unnamed narrator as he stays in the red room of Lorraine Castle. അപ്പോൾ ലൊറൈൻ കാസ്റ്റിൽ, അതായത് ലൊറൈൻ കൊട്ടാരത്തിൽ ഉള്ളൊരു റൂമാണ് റെഡ് റൂം എന്ന് പറയുന്നത്. ഈ റെഡ് റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് 2 മർഡർ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു റൂമിൽ ഗോസ്റ്റുകൾ ഉണ്ട് എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട്, അവിടെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹോണ്ടഡ് റൂമാണ് റെഡ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്യുന്നത് തന്നെ ആ ഒരു അൺനെയിംഡ് നരേറ്ററുടെ എക്സ്പീരിയൻസസ് ആണ്. ആ ഒരു റെഡ് റൂമിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസസ് ആണ് ഇതിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. The Red Room explored the theme of namelessness, age, skepticism and fear of the unknown. അപ്പോൾ ഈ ഒരു റെഡ് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോറി എക്സ്പ്ലോർ ചെയ്യുന്നത് അതിലെ തീം എന്ന് പറയുന്നത് നെയിംലെസ്നെസ്, ഏജ്, സ്കെപ്റ്റിസിസം, ഫിയർ ഓഫ് ദ അൺനോൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇറ്റ് യൂസ്ഡ് ക്യാൻഡിൽസ് ആൻഡ് ഫയർ ആ സിമ്പിൾസ് ഓഫ് ലൈറ്റ്. അതുപോലെ ഈ ഒരു സ്റ്റോറിയിൽ ക്യാൻഡിൽസും ഫയറൊക്കെ എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? ലൈറ്റിനെയാണ്. യൂസസ് ദ മിറർ ആസ് എ സിമ്പിൾ ഓഫ് ദ നരേറ്റീവ്സ് അവയർനെസ് ഓഫ് ഹിസ് ഇൻക്രീസിങ് ഫിയർ. അതുപോലെ മിറർ എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? നരേറ്ററുടെ തനിക്ക് പേടി കൂടുന്നുണ്ട് എന്നുള്ള ഒരു അവയർനെസ്സിനെ കാണിക്കാനാണ്, നരേറ്ററുടെ അവയർനെസ്സിനെ കാണിക്കാനാണ് മിറർ സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി. ദ നരേറ്റർ 28-year-old സ്കെപ്റ്റിക്. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സാണ്. നരേറ്റർ എന്ന് പറയുന്നത് 28-year-old ആയിട്ടുള്ള ഒരു സ്കെപ്റ്റിക്കാണ്. സ്കെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള, സംശയം ഉളവാക്കുന്ന ഒരാളാണ് നരേറ്റർ. ദെൻ ഓൾഡ് മാൻ വിത്ത് എ വിതേർഡ് ആം. പിന്നീട് ഒരു ഓൾഡ് മാൻ ഉണ്ട്,
വിധേടാം, അയാളുടെ കൈക്ക് അത്ര ശേഷിയില്ല, കൈക്ക് സ്വാധീനമില്ലാത്ത ഒരു പേഴ്സണാണ് ഈ ഒരു ഓൾഡ് മാൻ. ദെൻ ഓൾഡ് വിമൺ വിത്ത് പെയിൽ ഐസ്, പിന്നെ ഒരു ഓൾഡ് വുമൺ ഉണ്ട്, അതിന് പെയിൽ ഐസാണ്, വിളറിയ കണ്ണുകളുള്ള ഒരു വൃദ്ധയായ സ്ത്രീ. ദെൻ ഓൾഡ് മാൻ വിത്ത് ഷെയ്ഡ്, പിന്നെ ഒരു വൃദ്ധനുണ്ട്, അയാൾ വിത്ത് ഷെയ്ഡ്, അതായത് അയാളുടെ മുഖം ഒരു മ്ലാനമായിട്ട് ഇങ്ങനെ നിഴലിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Then summary of the Red Room. The narrator of the Red Room is a 28-year-old skeptic. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ നരേറ്റർ 28 വയസ്സായിട്ടുള്ള ഒരു സ്കെപ്റ്റിക്കാണ്, ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഹി അറൈവ് അറ്റ് ലൊറൈൻ കാസിൽ ഇൻറ്റൻഡഡ് ടു സ്പെൻഡ് ദ നൈറ്റ് ഇൻ ദ റൂം വിച്ച് ഇസ് ലെജൻഡ് ഹാസ് ഇറ്റ് ഈസ് ഹോണ്ടഡ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ലൊറൈൻ കാസിൽ, അതായത് ലൊറൈൻ കൊട്ടാരത്തിലെ ഒരു റൂമാണ് റെഡ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂമിൽ ഒരു രാത്രി തങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വരികയാണ്. ആ ഒരു റൂമിനെ കുറിച്ചിട്ട് ഒരു ഐതിഹ്യമുണ്ട്. അതായത് ഒരു ഡ്യൂക്കും തൻ്റെ വൈഫൊക്കെ മരണപ്പെട്ടിട്ട് അവരുടെ ഗോസ്റ്റ് അവിടെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. The property has 3 unnamed caretakers described as an old woman, an old man with a withered hand, an old man with a shade. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നോക്കി നടത്തുന്നത് 3 കെയർടേക്കേഴ്സാണ്. അതിലുള്ളതാണ് ഒരു ഓൾഡ് വുമൺ വിത്ത് പെയിൽ ഐസ്, വിളറിയ കണ്ണുകളുള്ള ഒരു വൃദ്ധയായ സ്ത്രീ, ആൻ ഓൾഡ് മാൻ വിത്ത് എ വിതേർഡ് ഹാൻഡ്, കൈക്ക് ശേഷിയില്ലാത്ത ഒരു വൃദ്ധൻ, ദെൻ ആൻ ഓൾഡ് മാൻ വിത്ത് എ ഷെയ്ഡ്. ഇത്രയും പേഴ്സൺസാണ് അവിടെ കെയർടേക്കർ ആയിട്ടുള്ളത്. ഈ ഇൻറ്റൻറ്റ് ടു ഡിസ്പ്രൂവ് ദ ലെജൻഡ് സറൗണ്ടിങ് ഇറ്റ്. അപ്പോൾ നമ്മുടെ നരേറ്റർ ഈ ഒരു ലെജൻഡ്, അതായത് ഇങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്, അവിടെ ഇങ്ങനെ ആ ഒരു റെഡ് റൂമിൽ ഗോസ്റ്റുകളുണ്ട് എന്നുള്ളത് ആകെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്പ്രൂവ് ചെയ്യാൻ, അതങ്ങനെ ഇല്ല എന്ന് തെളിയിക്കാനാണ് അദ്ദേഹം ഒരു നൈറ്റിൽ അവിടെ തങ്ങുന്നത്. Despite vague warnings from the 3 informed custodians who reside in the castle, the narrator ascended to the Red Room. അപ്പോൾ ഈ ഒരു ഉദ്ദേശം ഈ കെയർടേക്കേഴ്സിനോട് പറഞ്ഞ സമയത്ത് എല്ലാവരും ഇതിനെ എതിർത്തു. അവർ വാൺ ചെയ്തു, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, അവിടെ ഗോസ്റ്റ് ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു റൂമാണ് അതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നരേറ്റർ അതൊന്നും കേൾക്കാതെ നരേറ്റർ നേരെ റൂമിലേക്ക് തിരിച്ചു. നൺ ഓഫ് ദ കെയർടേക്കേഴ്സ് ആർ വില്ലിംഗ് ടു ഗോ വിത്ത് ഹിം ആൻഡ് ദേ പ്രൊവൈഡ് ഹിം വിത്ത് ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ ടു ഗോ ടു ദ റൂം. അപ്പോൾ ഒരു കെയർടേക്കേഴ്സും അവരെ ഇയാളെ ഫോളോ ചെയ്യാൻ തയ്യാറായില്ല, ആ റെഡ് റൂമിലേക്ക് ഫോളോ ചെയ്യാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. അവർ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസും നൽകാൻ തയ്യാറായില്ല റൂമിനെ കുറിച്ചിട്ട്. അവർ ഈ നരേറ്ററെ ഫോളോ ചെയ്യാൻ തയ്യാറായില്ല, പക്ഷേ അവർ അതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകി. അതായത് റൂം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നൽകി. They tell him to go through a hallway, up a spiral staircase, through a door, and that the room is at the end of that hall at the top of the steps. അപ്പോൾ അവർ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നത് ഇങ്ങനെയാണ്. അതായത് ആദ്യം ഹാളിലേക്ക് പോയതിന് ശേഷം ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് ഉണ്ട്, അത് കയറുക, ദെൻ ഒരു റൂമിലൂടെ പോകുക. ആ റൂമിൻ്റെ എൻഡിൽ ഒരു ഹോളുണ്ട്, അതിൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റെപ്പിലാണ് ഈ ഒരു റെഡ് റൂം ഉള്ളത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകി. ഇനീഷ്യലി കോൺഫിഡൻറ്റ്, നരേറ്റർ ബിക്കംസ് ഇൻക്രീസിംഗ്ലി അൺഈസി ഇൻ ദ റൂം. തുടക്കത്തിൽ നരേറ്റർക്ക് നല്ല കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. ആസ് ഹി വാക്സ് ഡൗൺ ദ ഫൈനൽ കോറിഡോർ, ദ നരേറ്റർ ഈസ് ബ്രീഫ്ലി സ്കെയർഡ് ബൈ എ ഷാഡോ ബട്ട് ഹി റിക്കവേഴ്സ് ക്വിക്ലി ആൻഡ് ഫൈൻഡ്സ് എ റൂം വിത്ത് ഈസി. അങ്ങനെ അദ്ദേഹം ഫൈനൽ കോറിഡോറിലൂടെ നടക്കുന്ന സമയത്ത്, ആ ഒരു ഇടനാഴിയിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ഷാഡോ കണ്ടിട്ട്, തൻ്റെ പിറകിലൊരു നിഴൽ കണ്ടിട്ട് അദ്ദേഹം പേടിച്ചു എന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം അതിൽ നിന്ന് റിക്കവറായി അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. ഈ സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഡോർ ആൻഡ് ഈസ് വെരി അഗെയിൻ തിങ്കിങ് ബാക്ക് ഓൺ ദ സ്റ്റോറി ഓഫ് എ ഡ്യൂക്ക് ഹു ഡൈഡ് ആസ് ഹി ഫെൽ ഫേസ് ഫസ്റ്റ് ഡൗൺ ദ സ്റ്റെയർസ് കമ്മിങ് ഔട്ട് ഓഫ് ദ റൂം. അങ്ങനെ അദ്ദേഹം റൂമിൻ്റെ ആ ഒരു ഡോറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഡ്യൂക്കിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ആ ഡ്യൂക്ക് ഈ ഒരു റൂമിൽ നിന്ന് വരുന്ന സമയത്താണ് ആ ഒരു സ്റ്റെയർ കേസിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. He attempted to conquer his fear by lighting candles, but keeping the candles lit in the draughty room becomes an ongoing battle. അദ്ദേഹം തൻ്റെ പേടിയെ കീഴടക്കാൻ വേണ്ടിയിട്ട്
അദ്ദേഹം മെഴുകുതിരി കത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെഴുകുതിരി കത്തിക്കുന്ന സമയത്ത് ഓരോ മെഴുകുതിരിയും കത്തിക്കുമ്പോൾ അതിങ്ങനെ കെട്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ മെഴുകുതിരി കത്തിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബാറ്റിലായിരുന്നു എന്നാണ് പറയുന്നത്. ഈച്ച് ടൈം എ candle is snuffed out, narrator's fears and paranoia increases. അങ്ങനെ ഓരോ സമയം മെഴുകുതിരി കത്തിക്കുമ്പോഴും അത് കെട്ടുപോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഭയം കൂടിക്കൊണ്ടിരുന്നു. As the narrator's fear intensifies, he stumbles onto a large piece of furniture, possibly the bed, and ricochets off the walls in a blind panic, hitting his head and eventually falling unconscious. അദ്ദേഹത്തിൻ്റെ ഭയം, ഇങ്ങനെ ഉള്ളിലുള്ള ഭയം, അതായത് അദ്ദേഹം ഒരു നിഴൽ കണ്ടു, അതുപോലെ അദ്ദേഹം മെഴുകുതിരി കത്തിക്കുന്നതൊക്കെ കെട്ടുപോവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഭയം കൂടി വന്നു. അങ്ങനെ അദ്ദേഹം അവിടുന്ന് ഭയത്തോടു കൂടി എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ഫർണിച്ചറിൽ, മേ ബി ബെഡാകാം, അവിടെ തട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഹെഡൊക്കെ ചുമരിലൊക്കെ പോയി ഇടിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അൺകോൺഷ്യസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബോധമൊക്കെ പോയി എന്നാണ് പറയുന്നത്. Then the caretakers who find him in the morning feel vindicated when the narrator agrees that the room is haunted. അങ്ങനെ രാവിലെ ആവുന്നത് വരെ അദ്ദേഹത്തിന് ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ ആയപ്പോൾ അദ്ദേഹം എണീറ്റപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് ഓർക്കാൻ പറ്റുന്നില്ല. ദെൻ അവിടെ 3 കെയർടേക്കേഴ്സ് വരുന്നുണ്ട്. മോർണിംഗിൽ കെയർടേക്കേഴ്സ് അദ്ദേഹത്തെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വൂണ്ടൊക്കെ ഉണക്കാൻ, മുറിവൊക്കെ മരുന്നൊക്കെ വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കെയർടേക്കേഴ്സിനോട് എഗ്രി ചെയ്യാണ് നരേറ്റർ. നിങ്ങൾ പറഞ്ഞ മാതിരി ആ റൂം ഹോണ്ടഡ് ആണ്, അവിടെ ഗോസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ. They are eager to hear a description of the ghost, but he suppresses them by explaining that there is no ghost residing in the room. അപ്പോൾ ഈ ഒരു കെയർടേക്കേഴ്സിന് സമാധാനമായി, ഞങ്ങൾ പറഞ്ഞതല്ലേ അവിടെ ഗോസ്റ്റ് ഉണ്ട് എന്നുള്ളത്. ഏതായാലും ഗോസ്റ്റിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ, അത് ആ ഒരു ഡ്യൂക്കിൻ്റെ ഗോസ്റ്റ് ആണോ അതോ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഗോസ്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു കെയർടേക്കേഴ്സ് ധൃതിയായി. പക്ഷേ നരേറ്റർ വളരെ സർപ്രൈസിംഗ്ലി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാണ്, ദർ ഈസ് നോ ഗോസ്റ്റ് റിസൈഡ് ഇൻ ദ റൂം. ആ ഒരു റൂമിൽ എന്തില്ല, ഗോസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ. ദ റൂം ഈസ് ഹോണ്ടഡ് ബൈ ഫിയർ ഇറ്റ് സെൽഫ്, ദർ ഇസ് നോ ഗോസ്റ്റ് ദർ. അവിടെ ഗോസ്റ്റ് ഒന്നുമില്ല, അത് നമ്മുടെ ഉള്ളിലുള്ള ഭയം മാത്രമാണ്. അതായത് ഒരു നിഴൽ കണ്ടപ്പോഴുള്ള പേടി, അല്ലെങ്കിൽ ആ ഒരു മെഴുകുതിരി കെട്ടുപോയപ്പോഴുള്ള പേടി. അതായത് ഇങ്ങനെയുള്ള ഒരു ലെജൻഡ് ഉണ്ട് അവിടെ. അതായത് ഈ ഡ്യൂക്ക് മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു, അപ്പോൾ അവരുടെയൊക്കെ ഗോസ്റ്റ് അവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു ലെജൻഡ് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് അവിടെ പോവുകയാണ്. അവിടെ ഗോസ്റ്റ് ഒന്നുമില്ല, പക്ഷേ നമ്മളുടെ ഉള്ളിലുള്ള ഭയമാണ് ഈ ഒരു ഗോസ്റ്റായിട്ട് മാറുന്നത്. അല്ലാതെ അവിടെ ഒരു ഗോസ്റ്റ് ഇല്ല എന്നുള്ള ഇതാണ് നരേറ്റർ